Dear students, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സ്ട്രക്ചർ എന്താണ് എന്നുള്ളതും അതിന്റെ സിന്റാക്സ് അതുപോലെ അതിന്റെ ഒരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ആസ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ്. ഒരു സ്ട്രക്ചർ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആക്കിയിട്ട് എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ് എന്താണ് ഒരു ഫംഗ്ഷൻ എന്നുള്ളതും അതുപോലെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ഫംഗ്ഷന്റെ കൂടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന സംഭവങ്ങളെയാണ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആക്കിയിട്ട് നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, അതുപോലെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സ്ട്രക്ചർ ആസ് ഫംഗ്ഷൻ ആർഗ്യുമെന്റിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് യു ക്യാൻ പാസ് എ സ്ട്രക്ചർ ആസ് എ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ഇൻ ദി സെയിം വേ ആസ് യു പാസ് എനി അതർ വേരിയബിൾ ഓർ പോയിന്റർ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫംഗ്ഷനിൽ വാല്യൂ പാസ് ചെയ്യണ പോലെ തന്നെയാണ് സ്ട്രക്ചറിൽ ഡാറ്റകളും നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് സ്ട്രക്ചർ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ആഷ് ഇൻക്ലൂഡ് stdio.h നമുക്ക് printf scanf വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയല്. ദെൻ string.h ഇത് നമ്മൾ പഠിച്ചതാണ്. string.h എന്നുള്ളത് ഒരു സ്ട്രിങ്ങിന്റെ ഡാറ്റ റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രിങ് ബിൽട്ടിംഗ് ഫംഗ്ഷൻസ് ആയ സ്ട്രിങ് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് string.h. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഈ string.h ഉപയോഗിക്കുന്നത് strcpy, അതായത് ഡാറ്റ കോപ്പി എടുക്കാനുള്ള ഒരു ബിൽട്ടിംഗ് ഫംഗ്ഷൻ ഉണ്ട് string.hൽ, അതാണ് strcpy. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് strcpy വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ string.h കൊടുത്തിട്ടുള്ളത്. ദെൻ ആഷ് ഇൻക്ലൂഡ് conio.h നമ്മൾ get ch അതുപോലെ clr ser വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് conio.h കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുതൽ നമ്മൾ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്തു. സ്ട്രക്ട് ബുക്സ്, സ്ട്രക്ചറിന്റെ ടാഗ് എന്നുള്ളത് ബുക്സ് ആണ്. ദെൻ അത് കഴിഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുത്തു, അത് ക്യാരക്ടർ അറേയാണ്. ദെൻ ഓതർ, അതും ക്യാരക്ടർ അറേയാണ്. സബ്ജക്റ്റ്, അതും ക്യാരക്ടർ അറേയാണ്. ഇൻഡ് ബുക്ക്, ബുക്ക് ഉള്ളത് അതും കൊടുത്തു, അതൊരു ഇൻഡിജർ ആണ്. 3 ക്യാരക്ടർ അറേ, ഒരു ഇൻഡിജർ, അതാണ് നമ്മുടെ സ്ട്രക്ചറിൽ ഉള്ളത്. അതിന്റെ മെയിൻ പേരായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്, സ്ട്രക്ചറിന്റെ ടാഗായി കൊടുത്തിട്ടുള്ളത് ബുക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 4 എലമെന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടൈറ്റില്, ഒന്ന് ഓതർ, ഒന്ന് സബ്ജക്റ്റ്, ഒന്ന് ബുക്ക് ഐഡി. ദെൻ ഇത് പ്രോട്ടോടൈപ്പ് എന്ന് പറയും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, അറിയാത്തവർ പ്രീവിയസ് ക്ലാസ്സുകൾ നോക്കുക. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ നെയിം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത് പ്രിന്റ് ബുക്സ് എന്നുള്ളതാണ്. പ്രിന്റ് ബുക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. അതിനനുസരിച്ച് അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ആർഗ്യുമെന്റ് ഇത്രയും കൊടുത്തിട്ട് സെമികോളൻ ഇട്ടാണ് പ്രോട്ടോടൈപ്പ് ആയി. അതായത് നമ്മൾ സാധാരണ ഇൻഡ് a, b, c എന്ന് പറയുന്നത് പോലെ ഒരു ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ മുകളിൽ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ, ഇവിടെ മുതലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. വോയിഡ് മെയിൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റില് 2 സ്ട്രക്ചറുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്ട്രക്ട് ബുക്സ് ബുക്ക് 1, ഫസ്റ്റിലെ വേരിയബിൾ ബുക്ക് 1 ആണ്. ദെൻ സ്ട്രക്ട് ബുക്സ് ബുക്ക് 2, 2 വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ട്രക്ചറിന്റെ പേര് എന്നുള്ളത് ബുക്സ് ആണ്. ഓക്കെ, 2 വേരിയബിൾ നെയിം ബുക്ക് 1, ബുക്ക് 2. ദെൻ ഫസ്റ്റിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, strcpy. ഫസ്റ്റില് strcpy നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് കോപ്പി ചെയ്യേണ്ടത്, ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ, ബുക്ക് 1 ഡോട്ട് ടൈറ്റിലേക്ക് എന്ത് ചെയ്യണം, C പ്രോഗ്രാമിംഗ് എന്നുള്ളത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യും. പിന്നെ ബുക്ക് 1 ഡോട്ട് ഓതറിലേക്ക് സജീർ എന്നുള്ള പേര് സെറ്റ് ചെയ്തു. അതുപോലെ ബുക്ക് 1 ഡോട്ട് സബ്ജക്റ്റിലേക്ക് C പ്രോഗ്രാമിംഗ് എന്നുള്ള നെയിം സെറ്റ് ചെയ്തു. ബുക്ക് 1 ഡോട്ട് ഐഡിയിലേക്ക് ഈ ഒരു ഐഡിയും സെറ്റ് ചെയ്തു, ഈ ഒരു നമ്പറും സെറ്റ് ചെയ്തു. സെയിം പ്രൊസീജിയർ തന്നെ ബുക്ക് 2ലും ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് രണ്ട് സെക്ഷൻ ആയിട്ടാണ്. ഇത് ബുക്ക് 1ന്റെ ഒരു സെക്ഷനും ഇത് ബുക്ക് 2ന്റെ ഒരു സെക്ഷനും, അങ്ങനെ 4 എലമെന്റ്സ്. അതായത് 2 വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബുക്ക് 1, ഒന്ന് ബുക്ക് 2. ബുക്ക് 1നുള്ള കണ്ടന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ബുക്ക് 2ന്റെ കണ്ടന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബുക്ക് 2ന്റെ സെയിം പ്രൊസീജിയർ തന്നെ. ടെലികോം ബില്ലിംഗ് എന്നുള്ളത് ടൈറ്റിൽ കൊടുത്തു. ബുക്ക് 2ന്റെ ഓതർ മിനാസ് എന്ന് കൊടുത്തു. ബുക്ക് 2ന്റെ സബ്ജക്റ്റ് ടെലികോം ബില്ലിംഗ് സബ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ ഒരു ഐഡി അതും കൊടുത്തു. അപ്പോൾ ഇത്രയും കണ്ടന്റ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു, കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതാണ് ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നത്, പ്രിന്റ് ബുക്ക്.
പ്രിന്റ് ബുക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രിന്റ് ബുക്ക് ഓഫ് ബുക്ക് 1 ഇതാണ് ഫസ്റ്റിലെ ഈ ഒരു ബുക്ക് 1 കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രിന്റ് ബുക്ക് ഓഫ് ബുക്ക് 2 ഇതാണ് ഈ രണ്ടാമത്തെ ഈ ഒരു സെക്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കോളിംഗ് ആണ്, ഫംഗ്ഷൻ കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രിന്റ് ബുക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിം. ആ ഫംഗ്ഷൻ നെയിം ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പ്രിന്റ് ബുക്ക് എന്നുള്ള ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ട്രക്ചർ പാസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സ്ട്രക്ചർ ആസ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? വോയിഡ് പ്രിന്റ് ബുക്സ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സ്ട്രക്ട് ബുക്സ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു സെക്ഷന്റെ മെയിൻ പോർഷൻ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഈ ഒരു കോളിംഗ് നടക്കുമ്പോൾ നേരെ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ നടക്കുന്നത്. അതിൽ ഫസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബുക്ക് ടൈറ്റിൽ ആദ്യം പ്രിന്റ് ചെയ്യും. ബുക്ക് ഡോട്ട് ടൈറ്റിൽ ആദ്യം ബുക്ക് ഡോട്ട് ടൈറ്റിൽ എന്താ നോക്കും? ബുക്ക് ഡോട്ട് ടൈറ്റിൽ എന്താണ്? സി പ്രോഗ്രാമിംഗ്. ബുക്ക് ഡോട്ട് ടൈറ്റിൽ പറഞ്ഞാൽ ഈ കോളം വന്നിട്ട് സി പ്രോഗ്രാമിംഗ് പ്രിന്റ് ചെയ്യും. പിന്നെ ബുക്ക് ഡോട്ട് ഓതർ രണ്ടാമത്തെ സജീർ എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ബുക്ക് ഡോട്ട് സബ്ജക്റ്റ് എന്നുള്ള സി പ്രോഗ്രാമിംഗ് എന്നുള്ള പ്രിന്റ് ചെയ്യും. ദെൻ ബുക്ക് ഡോട്ട് ഐ ഡി എത്രയാണ്? 6495 അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ അതോടുകൂടി ഈ ഒരു സെക്ഷന്റെ കോളിംഗ് കഴിഞ്ഞു. ഈ ഒരു സെക്ഷനാണ് ഈ കോൾ ചെയ്തിട്ടുള്ളത്. ആദ്യം ഇതാണ് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ, ഇത് കോൾ ചെയ്യും. രണ്ടാമത്തെ സെക്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതേപോലെ ബാക്കി വർക്ക് ചെയ്യും. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? ബുക്ക് ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് രണ്ടാമത്തെ സെക്ഷനിൽ എന്താണ് വരുന്നത്? ഫസ്റ്റിലെ ടൈറ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ടെലികോം ബില്ലിംഗ്. അപ്പോൾ ടെലികോം ബില്ലിംഗ് എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ബുക്ക് ഡോട്ട് ഓതർ മിനാസ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ടെലികോം ബില്ലിംഗ് സബ്, ഇവിടെ ടെലികോം ബില്ലിംഗ് സബ് എന്ന് കൂടി ഉണ്ടാവും. ടെലികോം ബില്ലിംഗ് സബ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ദെൻ ബുക്ക് ഐ ഡി എന്താണ്? ഈ 700ന്റെ ഈ ഒരു ഡാറ്റയും പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് സ്ട്രക്ചറിനെ പാസ് ചെയ്യാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്ട്രക്ചറിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതുപോലെ ഇത് പ്രോട്ടോടൈപ്പ് ആണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഡാറ്റകൾ കോപ്പി ചെയ്ത് വെച്ചു. ഇത് പ്രിന്റ് ചെയ്യുന്ന സെക്ഷൻ, ഇത് സാധാരണ നമ്മൾ സ്കാൻ ചെയ്യുന്ന പോലെ ഇത് കോപ്പി ചെയ്ത് വെച്ചു. ഇത് പ്രിന്റ് ചെയ്യുന്ന സെക്ഷൻ, ഈ പ്രിന്റ് ചെയ്യുന്ന സെക്ഷനിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യിക്കുന്നത്. അതിനുവേണ്ടി കോളിംഗ് നടക്കുന്നത് ഈ ഒരു രണ്ട് സെക്ഷനിലാണ് കോളിംഗ് നടക്കുന്നത്. ആദ്യം ബുക്ക് 1 കോൾ ചെയ്യും. ബുക്ക് 1 കോൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കാൻ ചെയ്തത് ഇവിടെ പ്രിന്റ് ചെയ്യും. ഈ ഒരു 4 കാര്യങ്ങളായിട്ട് പ്രിന്റ് ചെയ്യും. ദെൻ രണ്ടാമത് ഇത് കോൾ ചെയ്യുമ്പോൾ ബുക്ക് 2 കോൾ ചെയ്യുമ്പോൾ ഈ ഒരു 4 കാര്യങ്ങളും പ്രിന്റ് ചെയ്യും. വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.